ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോൻപുകാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച പരീക്ഷണങ്ങളെ വിജയിച്ച യേശുവിൻ്റെ ജീവിതം നമ്മളെ വീണ്ടും ശക്തിപ്പെടുത്തുന്നു. പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ട മനുഷ്യരാണ് നാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ മുന്നിൽ നിന്ന് പരീക്ഷണങ്ങളെ നേരിട്ട ക്രിസ്തുവിൻ്റെ ജീവിതം, വാക്ക്, പ്രവൃത്തി ഇനി നമ്മുടെ മുമ്പിലുള്ള പോംവഴിയായത് രൂപപ്പെടുകയാണ്. കുഴിയുണ്ട് എന്ന് പറയുന്നവരല്ല, കുഴിയിൽ വീഴാതെ കൈതന്ന് സഹായിക്കുന്നവരാണ് കുറച്ചുകൂടി ശ്രേഷ്ഠത അർഹിക്കുന്നവർ. പരീക്ഷണങ്ങളെ ജീവിതം കൊണ്ട് എങ്ങനെ വിജയിക്കണമെന്ന് കാട്ടിത്തന്ന ക്രിസ്തു ഈ നോമ്പുകാലങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആഗ്രഹങ്ങൾ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നില്ലേ? നമ്മുടെ ചിന്താഗതികളിൽ പലപ്പോഴും സ്വാർത്ഥതകൾ ഉണ്ടാവുന്നില്ലേ? ചില അമിതമായ പ്രലോഭനങ്ങളിൽ നാം വീണു പോകുകയും ദൈവത്തെ പരീക്ഷിക്കുവാൻ ഉതകുന്ന മനസ്സുള്ള മനുഷ്യരായി മാറപ്പെടുകയും ചെയ്യുന്നില്ലേ? ഇതൊരാഹാരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ആഗ്രഹങ്ങളുടെ പ്രശ്നം കൂടിയായി രൂപപ്പെടുന്നുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സ്വാർത്ഥത നമ്മളെ വല്ലാതെ ജീവിതത്തിൻ്റെ നന്മകളിൽ നിന്നും വേർതിരിച്ച് കളയുന്നുണ്ട്. ക്രിസ്തുവിനെ പരീക്ഷണങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പരീക്ഷണം അതിൽ തന്നെ ഒരു തെറ്റായി പറയുകയല്ല, അതിൽ വീണു പോകുമ്പോഴാണ് അത് തെറ്റാകുന്നത്. എന്നാൽ അതിനെ ധൈര്യത്തോടെ നേരിടുകയും അതിജീവിക്കുകയും ചെയ്യുമ്പോൾ അത് വിജയിച്ചവൻ്റെ പദ്ധതിയായി രൂപപ്പെടുകയാണ്. അതുതന്നെയാണ് ഈ നോമ്പുകാലങ്ങളിൽ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ചിലപ്പോൾ ചില ആഗ്രഹങ്ങളെ വേണ്ടാന്ന് വെക്കുവാൻ മനസ്സും വേണം, ധൈര്യവും വേണം. ആഹാരം കഴിക്കുവാനുള്ളതാണ്, എന്നാൽ ആർത്തിയോടെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ നാം അതിനോട് വേണ്ട എന്ന് പറയുവാനുള്ള മനസ്സുകൂടി രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. വേണമെന്ന് പറയുന്നതിനേക്കാൾ ചിലപ്പോൾ ശക്തി വേണ്ടി വരുന്നുണ്ട് വേണ്ട എന്ന് പറയുവാൻ. അതുപോലെ ചില അതിമോഹങ്ങളും ചിന്തകളും സ്വാർത്ഥതകളുമൊക്കെ. എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നന്മ പറയണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനുവേണ്ടി ആരെയൊന്നും ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ടവരല്ലല്ലോ നമ്മൾ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ചില പ്രലോഭനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ കഴിവുകളെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത്? മനുഷ്യരുടെ കയ്യടി നേടുവാനും സർട്ടിഫിക്കറ്റ് വാങ്ങുവാനുമുള്ള ചിന്താഗതികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്മളല്ലാതായി രൂപപ്പെടുന്നത്. നമുക്ക് നമ്മളായി തന്നെ ജീവിക്കാം. ഇതാ വചനം കൊണ്ട് പരീക്ഷണങ്ങളെ നേരിടുന്നുണ്ട്. ദൈവകൃപകൾ നിറഞ്ഞു നിന്ന് പരീക്ഷണങ്ങളെ നേരിടുന്നുണ്ട്. ദൈവത്തെ ആരാധിക്കുവാൻ പറഞ്ഞുകൊണ്ടും പരീക്ഷണങ്ങളെ നേരിടുന്നുണ്ട്. അത് തന്നെ മതിയാവുന്നുണ്ട്. ആഗ്രഹങ്ങളോട്, അത്യാർത്ഥികളോട്, ദുരാഗ്രഹങ്ങളോടൊക്കെ ഇനി നോ പറയുവാനുള്ള മനസ്സ് മാത്രമുണ്ടായാൽ മതി. നമ്മളെ പരിപാലിക്കുന്നവൻ്റെ പരിപാലനം കൂടെയുണ്ടെന്നൊരു വിശ്വാസമുണ്ടാവട്ടെ. ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോകുന്നത് പ്രാർത്ഥനകളില്ലാതാകുമ്പോഴും നമ്മളോട് തന്നെ നമുക്കൊരു ബോധ്യങ്ങളില്ലാതാകുമ്പോഴുമാണ്. വെറുതെ ഒന്ന് ജീവിച്ചു പോകുകയല്ല, ജീവിക്കുമ്പോൾ അതിൻ്റെ എല്ലാ നന്മയോടും കൂടി ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം. ഈ നോൻപുകാലം നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. പ്രാർത്ഥനകളൊന്നും ഒരു പ്രകടനമാവാതിരിക്കട്ടെ. നീ സമർപ്പിക്കുന്നതും കൊടുക്കുന്നതുമൊക്കെ ഒരു കാഴ്ചയായി രൂപപ്പെടാതിരിക്കട്ടെ. മറ്റുള്ളവരുടെ കണ്ണിൽ പെടുകയും അത് നിൻ്റെ വലിയ മനസ്സിന് കാരണമാണെന്ന് മറ്റുള്ളവർ പറയുവാനുള്ള കാരണമാവാതിരിക്കുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ മ്ലാനമായ മുഖഭാവത്തോടു കൂടി ആവരുത് നിൻ്റെ മുന്നോട്ടുള്ള പ്രാർത്ഥനയും പ്രയാണങ്ങളും ഉപവാസവും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നുവെച്ചാൽ ദൈവം അറിയുന്നൊരു മനുഷ്യനാവുക, ദൈവത്തെ അറിയുന്നൊരു മനുഷ്യനാവുക, അത് നമ്മുടെ ജീവിതത്തെ നന്മയുള്ളതും കൃപയുള്ളതും കൃതജ്ഞതയുള്ളതുമാക്കി മാറ്റുമെന്ന് കൃത്യമായി ഈ ദിവസം നമ്മളെ പഠിപ്പിക്കുന്നു. പരീക്ഷണങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ചല്ല, പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള പ്രാർത്ഥനയും പ്രായശ്ചിത്തങ്ങളും ജീവിതത്തിലുണ്ടാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.